റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു സംഭവം, ഹാദിസത്തുൽ ഇഫ്ക് എന്നുള്ളത്. അവിടുന്ന് അദൃശ്യമായ ഒരു കാര്യം പോലും അറിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഹാദിസത്തുൽ ഇഫ്ക്. ആലോചിച്ച് നോക്ക്, റസൂലിന് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ ഇത് കള്ളാരോപണമാണ്, എനിക്ക് ഗൈബ് അറിയാം, നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മാസക്കാലത്തോളം വഹി നിലക്കുമ്പോൾ അവിടുന്ന് സ്വഹാബത്തിനോട് എന്ത് ചെയ്യാണ്, കൂടി ആലോചിക്കണം. ഇതിന് മറുപടിയായി ഒരു ഖുറാഫി പറഞ്ഞത് സുബ്ഹാനല്ലാഹ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ പറയാണ്, ഹാദിസത്തുൽ ഇഫ്കിന് റസൂലിന് ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മറുപടി, റസൂലിന് ലഭിച്ച വഹി ഒരുപക്ഷെ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കണമെന്നായിരിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ വാക്കെന്താണ്? ഇപ്പോൾ ഒന്നും മിണ്ടണ്ട എന്നാണ് വഹി ഇറങ്ങിയത് എന്നായിരിക്കും, അല്ലെങ്കിൽ മിണ്ടരുത് എന്നാണ് വഹി ഇറങ്ങിയതെന്ന്. അപ്പൊ ആലോചിച്ച് നോക്കുക, പറഞ്ഞ വാക്കെന്താണ്? റസൂൽ ഇത്രയും നാടകം കളിച്ചു എന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചിരുത്തി വീട്ടിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഒരാൾ പറഞ്ഞ വാക്കിയതാണ്, റസൂലിന് ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ഒരാൾ പറഞ്ഞ വാക്കിയതാണ്, റസൂൽ നാടകം കളിച്ചു എന്നാണോ? സുബ്ഹാനല്ലാഹ്. ഒരു മാസത്തോളം സ്വന്തം ഭാര്യ, അവിടുന്ന് ഏറ്റവും പ്രിയങ്കരിയായ പത്നി, അവിടുന്ന് ഇങ്ങനെ ഒരു ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു മാസം അവിടുന്ന് ഇനി മിണ്ടാതിരിക്കാം. ഇതുകൊണ്ടാണ് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ബൈനനാ വ ബൈനകുമുൽ കുതുബ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ കിതാബുകളുണ്ട്, കൊണ്ടുവരൂ. റസൂൽ പറഞ്ഞു, എനിക്ക് വഹി ഇറങ്ങിയത് മിണ്ടാതിരിക്കലാണ്. ഈ തലകെട്ടാണ് പറഞ്ഞേണ്ടത്. റസൂൽ എന്താ പറഞ്ഞത്? ഫഇന്നഹു മയഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ. ആരാണോ എന്റെ മരണശേഷം, റസൂലിന്റെ മരണശേഷം ജീവിച്ചിരിക്കുന്നത്, അവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വെല്ലുവിളിക്കുകയാണ്. എവിടെയാണ് കാണിക്കാൻ സാധിക്കുക റസൂലിന് വഹി ഇറങ്ങി മിണ്ടാതിരുന്നതാണ് എന്ന്, അങ്ങനെ മിണ്ടാതിരിക്കണമെന്ന് ഷെയ്ഖ് പറയുന്നതായി കാണാം. ഷെയ്ഖ് റബീ, വബൈനനാ വബൈനകുമുസ് സലഫ്, നമുക്ക് നിങ്ങൾക്കുമിടയിൽ സലഫുകളുണ്ട്. സലഫുകളിൽ ആരാണ് ഈ രൂപത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് നിങ്ങൾ കൊണ്ടുവരണം, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് കൊണ്ടുവരണം, ഷാഫിഈ മദ്ഹബിലെ എല്ലാ പണ്ഡിതന്മാരും നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയായിരിക്കും വഹി ലഭിച്ചതെന്ന്. ഇലാ ഖിയാമി സഅ അവർക്ക് സാധിക്കുകയില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നതാണ്.